ഇറ്റലിയിൽ ബെഫാന എന്നു പേരുള്ള ഒരു വൃദ്ധ താമസിച്ചിരുന്നു. വീട് വൃത്തിയാക്കുന്നതിലും തൂത്തുവാരുന്നതിലും അതീവ ശ്രദ്ധാലുവായിരുന്നു അവർ. എപ്പോഴും കൈയിലൊരു ചൂലുമായിട്ടാണ് അവരെ കാണപ്പെട്ടിരുന്നത്. യേശുക്രിസ്തു ജനിച്ച സമയത്ത് ഉണ്ണിയേശുവിനെ കാണാനായി പോകുകയായിരുന്ന 3 ജ്ഞാനികൾ വഴിയിൽ ബെഫാനയുടെ വീട്ടിലെത്തി. അവർക്ക് വിശ്രമിക്കാനായി ബെഫാന തന്റെ വീട്ടിൽ ഇടം നൽകി. പോകുന്നതിനു മുൻപ് ഉണ്ണിയേശുവിനെ സന്ദർശിക്കാനും സമ്മാനങ്ങൾ നൽകാനുമായി തങ്ങളുടെ കൂടെ വരാൻ അവർ ബെഫാനയെ ക്ഷണിച്ചു. എന്നാൽ തനിക്ക് വീട് വൃത്തിയാക്കാനുണ്ടെന്നും തിരക്കാണെന്നും പറഞ്ഞ് ബെഫാന ആ ക്ഷണം നിരസിച്ചു. ജ്ഞാനികൾ പോയി കഴിഞ്ഞപ്പോൾ ബെഫാനയ്ക്ക് കുറ്റബോധം തോന്നി. ഉണ്ണിയേശുവിനെ കാണാനുള്ള അവസരം താൻ നഷ്ടപ്പെടുത്തിയല്ലോ എന്നവർ വിഷമിച്ചു. ഉടൻ തന്നെ ബെഫാന കുറച്ച് സമ്മാനങ്ങളുമെടുത്ത് തന്റെ മാന്ത്രിക ചൂലുമെടുത്ത് ജ്ഞാനികളെ അന്വേഷിച്ചിറങ്ങി. പക്ഷേ എത്ര തിരഞ്ഞിട്ടും അവർക്ക് ജ്ഞാനികളെയോ ഉണ്ണിയേശുവിനെയോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നും ബെഫാന തന്റെ ചൂലിൽ പറന്ന് ഉണ്ണിയേശുവിനെ അന്വേഷിച്ച് നടക്കുകയാണെന്നാണ് വിശ്വാസം. ജാനുവരി 5-ാം തീയതി രാത്രി അവർ എല്ലാ വീടുകളിലും സന്ദർശനം നടത്തുന്നു. നല്ല കുട്ടികൾക്ക് അവർ മിഠായികളും സമ്മാനങ്ങളും നൽകുന്നു. കുസൃതി കാണിക്കുന്ന കുട്ടികൾക്ക് കരിയാണ് സമ്മാനമായി നൽകുക.